ബൈജു കൊണ്ട് സൂക്ഷിക്കുക. തുടങ്ങാം. റോളിംഗ് ആണ്. റോളിംഗാണ്. അതെനിക്കറിയാം റോളിംഗാണ്. കുരുത്തക്കെട്ട പിള്ളേര്. ബൈച്ചേട്ടനുള്ള ഒരു പടത്തിന് ഇടാൻ പറ്റിയ ഒരു പേരല്ല നുണക്കുഴി. ഏത് നുണക്കുഴി ബൈജു. ദേശത്തിന്റെ പരിപാടി തന്നെ ഓരോ സിനിമയിലും ചിലപ്പോൾ പറയും ഇതാണ് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്, ഇതാണ് എന്റെ ഏറ്റവും നല്ല ക്യാരക്ടർ ഇതിനകത്തായിരുന്നു. ചെറിയൊരു വട്ടമുള്ള ക്യാരക്ടറാണ് എന്ന് പറഞ്ഞപ്പോ വട്ടമുള്ളതുകൊണ്ട് അഭിനയിക്കണ്ടല്ലോ. ഇങ്ങനെ ആ റോള് ചെയ്തു. അതന്നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുതിര ഒരൊറ്റ പട്ടി പുള്ളുന്ന സൂപ്പറായിട്ട്. നുണകള് പറഞ്ഞ് എപ്പോഴെങ്കിലും പണി വാങ്ങി കൂട്ടിയിട്ടുണ്ടോ ആരെങ്കിലും? ഉർവശി, കൽപ്പന, രേവതി ഇത് മൂന്നും കൂടെ ചേർന്ന ആളാണ്. കുറച്ച് ബിന്ദു പണിക്കരും ഉണ്ട്. നിർത്തിയിട്ട് അങ്ങ് പോയി. ഭയങ്കര ടൈമിംഗ് ആണ്. എനിക്ക് രണ്ടും ഒരു ത്രില്ലർ ജേണല്. എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. ഗ്രേസിനെ കുറിച്ച് പറഞ്ഞ പോലെ എന്നെ പറ്റി മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എല്ലാം കൂടെ ഞാൻ പറയണോ? ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഈ കേക്ക് കാണുന്നവർ വിശ്വസിക്കുന്നു. എന്നെ എത്ര പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണയേ ഉള്ളൂ. ഇതൊന്നും ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടനാണ് ബൈച്ചേട്ടൻ. അതിലൊരു സംശയം. എല്ലാ കമന്റ്സും വായിക്കുമല്ലോ. അത് ഇടയ്ക്ക് ഒരു കാര്യമല്ല എന്നെ ഒരുത്തം പോടാ, ചുമ്മാ ഒരുത്തം പോടാ, ഞാൻ അടിക്കാൻ നീ പോടാ, നീ പോടാ. അല്ല ഹൊറർ പടത്തിലൊക്കെ വേണമെങ്കിൽ അതാ പറഞ്ഞ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് നുണക്കുഴിയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. ഞാൻ ശരിക്കും ഇന്ന് കുറച്ച് ടെൻഷനില്ല, കാരണം ബൈച്ചേട്ടനുള്ളതുകൊണ്ട്. ബൈച്ചേട്ടൻ ഞാൻ ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ എടുക്കുന്നത്. ഇനി മറ്റേ എൻ്റെ അടുത്ത് എല്ലാവരും ബൈച്ചേട്ടൻ തഗ്ഗടിച്ച് നമ്മളെ ഇരുത്തി കളയും. ഞാനിപ്പോ കുറച്ചാളായിട്ട് പരിപാടി നിർത്തിയിരിക്കുക. കാരണം നിങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നു വാർത്ത എനിക്ക് കിട്ടി. പേടിയില്ല, ഇഷ്ടമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാറ്റിച്ച് കളയുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ട്. സിനിമയുടെ പ്രൊമോഷൻ ഒന്നും വരുമ്പോ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ഒന്ന് ഡീസന്റ് ആവും. എന്നാലും ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ ഒന്ന് രണ്ട് പേർക്കൊക്കെ ഇട്ട് താഗ് കൊടുക്കുന്ന കണ്ടു. താങ്ങും തണലുമായി വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അപവാദം. പിന്നല്ല ഗോസിപ്പ്. ബൈചേട്ടൻ ആരെങ്കിലും ഇതുവരെ സംസാരിച്ച് തോൽപ്പിച്ചിട്ടുണ്ടോ? ആരും അങ്ങനെ ഏറ്റുമുട്ടാൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അറിഞ്ഞൂടാ. നമ്മളെക്കാളും നല്ല തగ్గടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. റെഡിയാണോ? ഞാൻ ഏരിയയിലേക്കില്ല. ജനിച്ച കാലം മുതലേ തగ్గടിക്കുന്ന ആളാ. സിനിമയിൽ തന്നെ 12ാമത്തെ വയസ്സിലും കണ്ട് സിനിമയിൽ തగ్గടിച്ചു തുടങ്ങിയതല്ലേ. പിന്നെ അന്ന് മുതലേ ആൾക്കാർക്ക് പേടിയായിരിക്കും ഏറ്റുമുട്ടാൻ. അമ്മോ എന്ന് പറയും. പണ്ട് ഇതുപോലെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ പേടിച്ചിട്ടാ ടെൻഷനിലായിരിക്കുന്നതെന്നൊക്കെ? അവരുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും ടെൻഷൻ ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്കുന്നു. ഞാനങ്ങ് കാണിച്ചു. ബൈജു കൊണ്ട് സൂക്ഷിക്കുക. തുടങ്ങാം. റോളിംഗ് ആണ്. റോളിംഗാണ്. അതെനിക്കറിയാം റോളിംഗാണ്. കാര്യത്തിലേക്ക് കിടക്കാന്നാണ്. അപ്പൊ നുണക്കുഴി നമ്മളിപ്പോ ട്രെയിലർ ഒക്കെ കണ്ടപ്പോ പക്ക ഒരു ഹ്യൂമർ സാധനമാണെന്ന് മനസ്സിലായി. എന്നാലും ബേസിലായിട്ട് ഇപ്പൊ ജിത്ത് ചേട്ടൻ വിളിച്ചപ്പോ തന്നെ എന്താണ് പ്രതീക്ഷിച്ചത്? ത്രില്ലർ ആണോ പ്രതീക്ഷിച്ചത്? സ്വാഭാവികമായിട്ടും ത്രില്ലർ ആയിരിക്കുമല്ലോ പ്രതീക്ഷിക്കുക. അത് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ത്രില്ലർ സിനിമ തന്നെ ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ത്രില്ലർ, കോർട്ട് റൂം ഡ്രാമ അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഹ്യൂമർ സിനിമ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി. അപ്പോൾ അതിന്റെ റൈറ്റർ എന്ന് പറയുന്നത് കൃഷ്ണകുമാർ ഏട്ടനാണ്. അദ്ദേഹം 12th മാനും കൂമനൊക്കെ എഴുതി. അപ്പൊ അതും ത്രില്ലർ എഴുതുന്ന ആൾ സ്ഥിരമായിട്ട്. ഓക്കെ, അപ്പൊ അതുപോലത്തെ ഒരു സിനിമയായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കേട്ടത്. പക്ഷെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര തമാശ. ഞാൻ ഇപ്പൊ അതിന് വേണ്ടിട്ട് കോസ്റ്റ്യൂം ഒക്കെ തയ്ച്ചിരിക്കുകയായിരുന്നു. സീരിയസ് ആവാൻ, ഡിക്റ്റേറ്റീവ് ആവാൻ, കൊല ചെയ്യാനും തോക്കൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കൊലപാതകം ചെയ്യാനോ ലുക്കൊക്കെ ഒന്ന് മാറ്റി. അതെ. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഹ്യൂമറാണ് സിനിമ. വേറെ ഹ്യൂമർ സിനിമയാണെങ്കിൽ പോലും നമുക്ക് രസമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. തുടക്കം മുതൽ അവസാനം വരെ
ആ രസച്ചരട് ഇങ്ങനെ പൊട്ടാതെ കൊണ്ടുപോകാൻ ആ സ്ക്രിപ്റ്റിന് സാധിക്കുന്നുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. രസച്ചരട് പൊട്ടാതെ കൊണ്ടുപോകുന്നു. അതെ 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 അതെ, അതിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അതങ്ങ് ഏറ്റെടുത്തോളൂ. നമുക്ക് തുടക്കത്തിലൊരു കുറച്ച് ഇത് കയറിയാൽ മതിയല്ലോ. ഇവരെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്. സിദ്ദിഖുണ്ട്, മനോജേട്ടനുണ്ട്, ബൈചേട്ടനുണ്ട്. ഇവരുടെ കൂടെയുള്ള ഒരു ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ബൈചേട്ടൻ അങ്ങനെ സീനിയർ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമ്മളൊക്കെ ഒരു ക്ലാസ്സിൽ പഠിച്ച ഫീൽഡിലാണ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. യങ് ആണ് പിന്നെ യങ് ആണ്. യൂത്തിനെ റെപ്രസെന്റ് ചെയ്ത് ബൈചേട്ടൻ, ഞാൻ, ഗ്രേസ്, അങ്ങനെ അപ്പൊ അവരെ സീനിയർ ആക്കി. അവരുള്ളപ്പോ ഞാൻ അവരെ യൂത്ത് ആക്കും. അങ്ങനെ നമുക്ക് അങ്ങനെയൊന്നുമില്ല, സീനിയർ ജൂനിയർ ഒന്നുമില്ല. വൈബ് ഉണ്ടാവുക എന്നുള്ളതാണ് വേറെ വലിയ കാര്യം. ബൈചേട്ടന്റെ വൈബിന് പറ്റിയവരാണ് ഇവരെല്ലാരും. വന്നു പോവും. എല്ലാവരും ഓക്കെയാണ്. അതിങ്ങനെ ഇരിക്കുമ്പോ തന്നെ ആ ഒരു എനർജി കിട്ടുന്നുണ്ട്. എല്ലാരും ആ വൈബാണ്. അപ്പൊ സീനിയർ ജൂനിയർ ഒന്നുമില്ല, എക്സ്പീരിയൻസ് കുറച്ച് കൂടുതലുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് ആളും നേരത്തെ ജനിച്ചു പോയെന്നുള്ളൂ. ചെറുപ്പത്തിലെ സിനിമയിൽ വന്നും പോയി. ബൈചേട്ടൻ 43 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ. ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നടൻ മലയാള സിനിമയിലുണ്ട്. 10 വയസ്സ് 12 വയസ്സിൽ സിനിമയിൽ 12 വയസ്സിൽ നമ്മൾ ചെറിയ പരിപാടികളൊക്കെ ആരംഭിച്ചു. ഈ ഒരു 43 വർഷം എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയുന്ന കേൾക്കുമ്പോ നെഞ്ചിലൊരു ഇടിപ്പ് തോന്നാറുണ്ടോ? ഒരിക്കലും ഇല്ല. നെഞ്ചിന്റെ ഇടിപ്പ് സ്ലോ ആവും, ഇടിപ്പ് കൂടൂല. അങ്ങനെ ബൈചേട്ടൻ അങ്ങനെ ഇടിപ്പൊന്നും കൂടുന്നുള്ള ഒരാളല്ല. അങ്ങനെ ഇങ്ങനൊന്നും ഇടിപ്പിക്കാൻ പറ്റൂല. ബൈചേട്ടന്റെ കാര്യം നമ്മൾ മറ്റേ മുമ്പേ ഷൂട്ടിങ്ങിന് മെഡൽ കിട്ടിയ ആളുടെ കാര്യം പറഞ്ഞ പോലെയാണ്. മറ്റേ പിന്നെ ഒളിമ്പിക്കിൽ ഒരാൾ വന്നിട്ട് മറ്റേ സിൽവർ മെഡൽ കിട്ടിയില്ലേ ടർക്കിയുടെ, ഇങ്ങനെ ചുമ്മാ വന്നിട്ട് വെറുതെ വന്ന് വെടിവെച്ച് സിൽവർ കിട്ടിയല്ലേ, അതുപോലെയാണ് തങ്കടിച്ചിട്ട് എവിടുന്നാ വരുന്നതെന്ന് പറയാൻ പറ്റും. ഗ്രേസിനെ കാണുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് സത്യം പറഞ്ഞാൽ ലില്ലിക്കുട്ടിയാ. ലില്ലിക്കുട്ടി എഫക്ട് വിട്ടു പോകുന്നില്ല. എങ്ങനെ ഈ പൊട്ടിത്തെറിച്ച പോലെ ഒരു കഥാപാത്രം ഇത്ര പെട്ടെന്ന് അത് എങ്ങനെയാ ഉണ്ടായത് ലില്ലിക്കുട്ടി? ലില്ലിക്കുട്ടി പറഞ്ഞ പോലെ ഞാൻ കമൽ സാറിനെ പഠനം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ നിധിചേട്ടൻ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ചെറിയൊരു വട്ടമുള്ള ക്യാരക്ടറാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ അഭിനയിക്കണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സെറ്റിൽ എത്തിയിട്ട് കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാന്നുള്ളൊരു ടാഗായിരുന്നു. കാരണം നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ആദ്യമേ ചോദിച്ചു കേട്ടോ, ആരെങ്കിലും നോക്കി റെഫർ ചെയ്യണോ അല്ലെങ്കിൽ ഏത് മീറ്ററാ പിടിക്കേണ്ടത് എന്നുള്ളതൊക്കെ. പക്ഷെ അന്നേരം പറഞ്ഞു ഇല്ല, സെറ്റിൽ വന്നിട്ട് ചെയ്യാമെന്നാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ആ ചാട്ടവും പരിപാടികളും ഒക്കെ. കൈന്നിട്ടാണോ? കയ്യുന്നില്ല, അതെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ചാടണം, എന്ത് ചാടണം നമുക്ക് ഉണ്ടാവില്ല അതിനകത്ത്. അപ്പൊ അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് എനിക്ക് ആ ചട്ടയും കൊണ്ടും ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് വർക്കായി, കിട്ടി നമുക്ക് എങ്ങനെയാന്നുള്ളത്. അങ്ങനെ അതെല്ലാം പതിയെ പതിയെ ഇംപ്രവൈസ് ചെയ്ത് വന്നതാണ്. സുരാജ് ചേട്ടനും ഞാനും നിതിൻ ചേട്ടനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഈ ഡയലോഗ്സിലൊക്കെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതങ്ങനെ ഹ്യൂമർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ എഴുതി വെച്ച പോലെ ഒന്നും അങ്ങനെ ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ റൈറ്ററിന്റെ അടുത്തും ഡയറക്ടറിന്റെ അടുത്തും നടത്തും. അവരും കൂടെ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് തന്നെ കയ്യിൽ നിന്ന് കുറെ ഇടാന്ന് അങ്ങനെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എഴുതി. അപ്പം ഇപ്പൊ ഇതിലാണെങ്കിൽ പോലും ഇപ്പൊ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഞാൻ ചോദിക്കും ചേട്ടാ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോ അത് ഞാൻ കൺവിൻസ് ചെയ്യണം റൈറ്ററിനെ. കാരണം അദ്ദേഹം എഴുതി വെച്ചിട്ടൊരു സാധനം എനിക്ക് ചുമ്മാ വന്നിട്ട് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോ അടുത്തൊരാള് വേറെന്ത് പറയും, അങ്ങനെല്ലാം നോക്കിയിട്ടൊക്കെ തന്നെ അതൊരെണ്ണം ഇംപ്രവൈസ് ചെയ്ത് വരുള്ളൂ. ഈ ലില്ലിക്കുട്ടിയിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്ന 2 പോർഷൻ. ഒന്ന് ജാതിക്ക കഴിക്കുമ്പോൾ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ വൈനൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നത്, പിന്നെ കുതിര ഓട്ടുന്ന സീനൊക്കെ. ഈ കുതിര ഓട്ടുന്ന സീൻ കൈന്നിട്ടാണോ? അത് കൈന്നിട്ടാ. അതൊക്കെ കയ്യിൽ നിന്ന് വന്ന ഞാൻ ആക്ച്വലി സെറ്റ് ചെല്ലുമ്പോഴത്തേക്കും പറയണോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? എന്ത് ഇല്ല, അതിന്റെ മെമ്മറി ഇവിടെ പറഞ്ഞോണ്ട് കുഴപ്പമില്ലല്ലോ. അതിന്റെ കാര്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് നേരമായി നുണക്കുഴിയുടെ കാര്യം പറയാൻ വന്നപ്പോ സമ്മതിക്കില്ല വൈചേട്ടൻ. ചെയ്യാപ്പ 10 സെക്കൻഡ് അയ്യോ പോറത് ഇല്ല. അവിടെ ആദ്യം ലൊക്കേഷൻ ചെല്ലുമ്പോ ഒരു കുതിര ഉണ്ട്, നമ്മുടെ വീട്ടില് കുതിരയുണ്ട്. അപ്പൊ എനിക്ക് ആ കുതിര, ഞാൻ ചെന്നപ്പോ കുതിര ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ മണ്ണ് തെറിപ്പിക്കുക. അപ്പൊ എനിക്കത് കണ്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ ആ പെണ്ണ് കാണൽ ചടങ്ങിൽ അവിടെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ബോഡി മാനറിസം ഇട്ടത്. അപ്പൊ അത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇട്ടിട്ട് അങ്ങ് പോവല്ല. അതിന്റെ ഒരു കുറച്ച് കണ്ടിന്യൂഷൻ ആ ക്യാരക്ടറിനെ പിടിക്കുക എന്നുള്ളതാണ്. എത്ര ടേക്ക് എടുത്തു? അത് സിംഗിൾ ടേക്കിൽ പോയത്. അതൊരു വൈറ്റ് ഷോട്ട് ആയിരുന്നു. അത് സിംഗിൾ ടേക്കിൽ പോയത്. കമന്റ്സ് ഒക്കെ വന്നത് എങ്ങനെ ചിരിക്കാതെ ഇതൊക്കെ ചെയ്യുന്നു? ഇല്ല, ചെയ്യുമ്പോ നമുക്ക് ചിരി വരത്തില്ല, ടെൻഷനിലല്ലേ ചെയ്യും. അതുപോലെ കുറെ കമന്റ്സ് വന്നായിരുന്നു ഗ്രേസിന്റെ ആക്ടിങ് കണ്ടപ്പോ. കൽപ്പന ചേച്ചിയെയും ബിന്ദു പണിക്കർ ചേച്ചിനെ ഒക്കെ ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു മുമ്പും പ്രൊമോഷന് പറഞ്ഞാണ്, ഉർവശി, കൽപ്പന,
രേവതി, ഇത് മൂന്നും കൂടെ ചേർന്ന ആളാണ്. കുറച്ച് ബിന്ദു പണിക്കരും ഉണ്ട്. ബിന്ദു പണിക്കരും ഉണ്ട്. മിക്സ് ആണ്. എന്നെ ഇങ്ങനെ പോഴ്ത്തല്ലേ. നിർത്തിയിട്ട് അങ്ങ് പോഴ്ത്തു. ഇവിടെ ഇരിക്കുക. ഭയങ്കര ടൈമിംഗ് ആണ് കേട്ടോ. അതെ, ഉഗ്രം ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റ് ആണ്, ഒരു സംശയമില്ല. ചേട്ടാ, ഇതിപ്പോ ജിത്ചേട്ടന്റെ കൂടെ ഓൾറെഡി 12th മാനും കൂമനും എല്ലാം ചെയ്തു. ഇത് രണ്ടും നമുക്കൊരു അല്ല, അത് ഇവിടെ എനിക്ക് രണ്ടും ഒരു ത്രില്ലർ ജോണറില് എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. മറ്റേ സ്കൂൾ ക്ലാസ്സിലിരിക്കുന്ന കച്ചറ പിള്ളേർ ബേസിൽ പറഞ്ഞറിയാ, ഗ്രേസിനെ കുറിച്ച് പറഞ്ഞ പോലെ എന്നെ പറ്റി മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എല്ലാം കൂടെ ഞാൻ പറയണമെന്ന്. എങ്ങനത്തെ ഉള്ള ഒരു ആർട്ടിസ്റ്റ്? ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഈ കേക്ക് കാണുന്നവർ വിശ്വസിക്കണ്ടേ? തീർന്നു ചോദിച്ചു വാങ്ങിച്ചു. എല്ലാവരുമായിട്ട് ഒരു മിക്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഓറ കിട്ടുന്നുണ്ട്. ബേസിലിന് ഇപ്പം ഈ ബേസിലിന് വരുന്ന സിനിമകൾ എന്ന് പറയുന്നത് അത് ബേസിലിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കഥകളാണ്. ഈ റോളിന് വേറെ ആളെ ചിന്തിക്കാൻ പറ്റത്തില്ല. സത്യമായിട്ടും പറ്റില്ല. ഇല്ല അത് പറ്റത്തില്ല. പറയൂ, എന്തൊക്കെ വേറെ ആൾക്കാർക്ക് ബേസിലേട്ടാ ഇപ്പൊ ഏത് ട്യൂണാ മനസ്സില്? എനിക്കത് ഫീൽ ചെയ്ത് മനസ്സിലായില്ല. അല്ല, ഇതുവരെ ചെയ്ത പടങ്ങളെല്ലാം എടുത്തു. ഫാലിമി ആണെങ്കിലും നമ്മുടെ വിപിന്റെ പടം ജയ ഹേ, ഇതൊക്കെ ബേസിലല്ല വേറെ ആളിനെ ചിന്തിക്കാൻ പറ്റുമോ ആ റോളിൽ? ഇല്ല ഒരിക്കലും സത്യമായിട്ടും ഇല്ല. അതെന്ന് പറയാം, അതൊരു ടൈമാണത്. അത് കറക്റ്റ് ആയിട്ട് വന്ന് ചേരും. ആ ടൈം കഴിയുമ്പോ ഇതൊന്നും വരൂല. ഇത് വേണമെന്ന് വിചാരിച്ചാൽ പോലും വരൂല. അപ്പൊ ഉള്ളപ്പോ ഇതൊക്കെ എടുത്തൊക്കെ ടച്ച് പ്ലൈവുഡ്. എനിക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ എടുത്തപ്പോ ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വെച്ചപ്പോ എനിക്ക് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ അലമ്പ് കാണിച്ചത് ഓർമ്മ. ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ അവര് നമ്മളെ കൊണ്ട് സൈ കേട്ടു. ഞാനിപ്പോ അതേപോലെ ലൊക്കേഷനിലും ഇങ്ങനെ തന്നെ ആയിരുന്നു ബൈച്ചേട്ടൻ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇംപ്രവൈസ് ചെയ്ത് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ പറയില്ല, അതങ്ങനെ പറയണ്ട എന്ന് പറയുമ്പോൾ ബൈചേട്ടൻ മറ്റേ ജിത്തുവിനെ വിളിച്ച് അപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ട് പോയിട്ട് പറയും അയാൾ അറിയുമെന്നും വേണ്ട. എന്നിട്ട് ജിത്തു അല്ലല്ല പുള്ളിയോട് റൈറ്റർ അല്ലേ ചോദിക്കണം. അപ്പൊ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും എതിര് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ മറ്റേ പ്രിയർസന്റെ സിനിമയിൽ ഇട്ടോളാം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ബൈചേട്ടൻ അങ്ങനെ ഇട്ടൊരു സാധനം ഉണ്ട് ഇതിന്റെ അകത്ത്. പൊറോട്ടയും ബീഫ്, അതായത് ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്, 15 മിനിറ്റ് ഉള്ള സീനാണ്. അപ്പൊ ബൈചേട്ടൻ വന്നപ്പോ തന്നെ ഈ സീൻ ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് ചെയ്യാം. സ്ക്രിപ്റ്റിലുണ്ട്, പക്ഷെ ഫുൾ ത്രൂ ഔട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ വായിൽ പൊറോട്ടയൊക്കെ വെച്ചിട്ടാണ് ഡയലോഗ് ഒക്കെ പറയുന്നത്. കഷ്ടകാലത്തിന് 15 മിനിറ്റ് ഉള്ളതുകൊണ്ട് ഇത് 4 ദിവസം എടുത്തു ഈ സീൻ ഷൂട്ട് ചെയ്യാൻ. അപ്പൊ എല്ലാ ആംഗിളിൽ നിന്നും പൊറോട്ട, അങ്ങനെ ഒരു 35 പൊറോട്ടയെങ്കിലും. എനിക്ക് തോന്നുന്നു ആ ദിവസങ്ങളിൽ ബോയ്ച്ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല പൊറോട്ടയും ബീഫും നല്ല പൊറോട്ടയും. ചെറിയ കടയിൽ നല്ല ടേസ്റ്റ്. ഫുൾ നൈറ്റ് ആയിരുന്നു, നൈറ്റ് ഷൂട്ട് ആയിരുന്നു മൊത്തം. രാത്രി മൊത്തം ഇരുന്ന് പൊറോട്ട തന്നെയായിരുന്നു. അല്ല, ഈ പൊറോട്ടയും ബീഫും കഴിച്ചോണ്ട് അത് ഉണ്ടായിരുന്നു, പക്ഷെ അത് ചവച്ചോണ്ടൊക്കെ പറയുന്നത് അതൊക്കെ പിന്നെ ഉഗ്രനായിട്ടുണ്ട്. ഈ ചവ വീണ്ടും ഇപ്പൊ ഡബിങ്ങിനും കഴിച്ചാണല്ലോ. ഡബിന് പൊറോട്ട വാങ്ങിപ്പിച്ചു. പൊറോട്ട ചവച്ചോണ്ട് പറയുന്ന ഡയലോഗ് പിന്നെ ദോശ ആദ്യം പൊറോട്ട വാങ്ങിച്ചു വന്നു കഴിഞ്ഞപ്പം പിന്നെ പൊറോട്ട മാത്രമായിട്ട് ചവച്ചാൽ ശരിയാവത്തില്ല, ബീഫും വേണം. അതിന് പ്രത്യേക സൗണ്ടാ. അപ്പൊ 35 അല്ല, അപ്പൊ ഒരു 60. നമ്മള് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഒരു ആൻസർ കിട്ടുന്നോന്നൊരു ഡൗട്ട്. ചേട്ടനെ സംസാരിച്ച് ഒരു ഇതിലാക്കാൻ പറ്റുന്ന ഒരാളെ ഇവിടെ സൈഡിൽ. കഴിഞ്ഞ കുറെ ചാനൽ പ്രൊമോഷൻ ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. മനോജും സിദ്ദിഖ് ഭായി ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഇതിപ്പം ലാസ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു എനർജി എവിടുന്നോ കേറി വന്നു. തകർത്ത് വാരിയിട്ട് നിങ്ങളെന്താണ് ചോദ്യം ചോദിച്ചു നിർത്തി? അതെ, അത് ചോദിക്കാം. ഇപ്പൊ നമ്മള് ജിത്ത് സാറിന്റെ കൂടെ ഇതിനു മുമ്പ് ചെയ്ത 2 സിനിമയുണ്ട്, 12th മാനും കൂമനും. ഇത് രണ്ടും ഒരു ത്രില്ലർ ബേസിൽ പോകുന്ന മൂവിയാണ്. അപ്പൊ അതിന് പക്ക ഡിഫറെന്റ് ആണ് ഈ ഒരു ഹ്യൂമറിലോട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ടും വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ മേജർ ഡിഫറൻസ് ഫീൽ ചെയ്തത്? നല്ല വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളൊരു ത്രില്ലർ ആലോചിക്കുന്ന പോലെ അല്ലല്ലോ ഹ്യൂമർ. മൈൻഡും കുറച്ചുകൂടെ ഇതാവോ? വളരെ റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരുന്നിട്ട്. മറ്റേ നമ്മൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അതിനകത്തിലൊരു നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ കഥ കൊണ്ടുവന്ന് ആൾക്കാരെ, കാരണം ആൾക്കാർ ഒരു നിമിഷം പോലും അതിൽ നിന്നൊരു
എക്സൈറ്റ്മെന്റ് വിട്ടുപോകാതെ അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സ് രണ്ടാണ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞ് തരാൻ അറിയത്തില്ല. ഈ പ്രോസസ്സിനകത്തിൽ നമ്മളൊരു ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ രസച്ചരട് പൊട്ടാതെ നമ്മൾ ആ ഈ തമാശകളുടെ ഏറ്റവും വലിയ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇത് എഴുതി വെച്ചു, അത് ഇപ്പം ബൈചേട്ടൻ പറയേണ്ടതാണ്, ബൈചേട്ടൻ തന്നെ പറഞ്ഞാലാണ് അത് വർക്കാവുന്നത്. വേറൊരാട്ട് ചിലപ്പോൾ അങ്ങനെ ആകണം എന്നില്ല. അവിടെ എന്തോ അതിനിടയ്ക്ക് എന്തോ ഒരു എന്തോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഹ്യൂമറിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ത്രില്ലർ, ഹ്യൂമർ, അതേപോലെ വേറെ എന്താ സർവൈവൽ ത്രില്ലർ, ഇമോഷണൽ ഡ്രാമ, അങ്ങനെ ഡിഫറെൻറ്റ് എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരം അറ്റംപ്റ്റ്സും ഞാൻ നടത്തുന്നുണ്ട്. മറ്റ് ജോണറിലുള്ള സിനിമകളും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈചേട്ടാ ഇപ്പൊ ഇങ്ങനെ കുറെ കോമഡീസ് ഒക്കെ പറയുമ്പോൾ ഞാൻ ബൈചേട്ടനെ ഇങ്ങനെ കുറെ നേരമായിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വിചാരിക്കും ദേഷ്യപ്പെട്ടാണോ പറയുന്നത്, ചേട്ടൻ ചിലപ്പോൾ ഫണ്ണായിട്ട് പറയുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചിലപ്പോൾ തോന്നും. അങ്ങനെ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഒരുപാട് എന്നെ എത്ര പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇനി വേണം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. തെറ്റിദ്ധാരണയേ ഉള്ളൂ, മാറ്റിയെടുക്കണം. ഈ പടം ഇറങ്ങുന്നതോടുകൂടി ആ തെറ്റിദ്ധാരണ കുറെ പോലീസ് വേഷമായില്ലേ ഇപ്പൊ? എനിക്ക് ജീവിക്കണ്ടേ? ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്. സാധാരണ പോലീസുകാരനിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. പൊറോട്ട കഴിക്കുന്ന പോലീസ്. പൊറോട്ട കഴിക്കുന്നത് അത് മറ്റേ പാവം പിടിച്ച് അത് പറയാം. എന്നാലും ഇത് ഇതിനകത്ത് കഥാപാത്രം അയാൾ ജീവിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. വലിയ ടെററോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു പാവം പോലീസുകാരൻ. പാവമൊന്നും അല്ല, ഇച്ചിരി കുറച്ച് വൃത്തികെട്ടവനാണ്. വൃത്തികെട്ടവൻ. അപ്പൊ എല്ലാ മനുഷ്യർക്കും കുറച്ച് വൃത്തികേട് കാണും. പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ കഥാപാത്രം കുറച്ച് മണ്ടത്തരം ഒക്കെ ഉണ്ട്. ഈ പൊറോട്ട വാങ്ങിച്ചത് വേറെ ഒരു കഥയുണ്ട് അതിനകത്ത് ഈ സിനിമയിൽ. അതിപ്പോ ഞാൻ പറയുന്നില്ല, അതൊരു സിനിമയുടെ ഒരു സീൻ ആയതുകൊണ്ട് പറയുന്നില്ല. അത് കാണുമ്പോ മനസ്സിലാവും ഈ കഥാപാത്രം എത്രത്തോളം ആരാണ്, എത്രത്തോളം വൃത്തികെട്ടവനാണ് എന്നുള്ളത്. എന്റെ കഥാപാത്രം വൃത്തികെട്ടവനാണെന്നൊക്കെ അഭിമാനമായിട്ട്. അപ്പൊ നമ്മൾ ഈ നുണക്കുഴി എന്ന് പറയുമ്പോ തന്നെ നുണക്കുഴിയാണോ അതോ നുണകളുടെ കുഴിയാണോ? നുണകളുടെ കുഴി. നുണകളുടെ കുഴി. അതെ, തീർച്ചയായിട്ടും. ഞാനും ആദ്യം ഈ നുണക്കുഴി ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവർക്ക് വേറെ ഒരു പേരും കിട്ടിയില്ല. പിന്നെ അവിടെ ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് സത്യം എനിക്ക് പിന്നെ മനസ്സിലായത്. നുണ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു നുണ എന്നാണ് നമ്മൾ കേട്ടത്. നുണ എഴുതുമ്പോൾ നുണ എന്ന് എഴുതുള്ളൂ, പക്ഷെ പറയുമ്പോൾ നുണ എന്ന് പറയും. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല. ബൈചേട്ടനുള്ള ഒരു പടത്തിന് ഇടാൻ പറ്റിയ ഒരു പേരല്ല നുണക്കുഴി. നുണക്കുഴിയിൽ ബൈജു നുണകൾ കൊണ്ടുള്ള കുഴിയുള്ള അതാണ് നുണക്കുഴിയെങ്കിൽ കറക്റ്റാ. ഇപ്പൊ കറക്റ്റായത്. നുണക്കുഴിയിൽ ബൈജു നുണക്കുഴിയാ. ഇപ്പൊ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചോ? ആലോചിക്കാതെ ആലോചിക്കാനൊന്നുമില്ല. കറക്റ്റാ പറഞ്ഞത്. അതില് ഒന്നും പറയാനില്ല. ഈ കൂട്ടത്തില് നിങ്ങളുടെ സെറ്റില് ഏറ്റവും കൂടുതൽ ലൈക് ഒരു ഫണ്ണി വേയില് ഇങ്ങനെ തള്ളുന്നൊക്കെ രീതിയിൽ കൂടുതൽ നുണ പറയുന്ന ആരാ? ഓ അങ്ങനെ തള്ളാനുള്ള കൂട്ടത്തിൽ ആരാ ഏറ്റവും കൂടുതൽ നുണ അടിക്കുന്നത്? അത് ഗ്രേസ്. അതെന്താ ഗ്രേസ്? ഗ്രേസിന്റെ പരിപാടി തന്നെ ഓരോ സിനിമയിലും ചിലപ്പോൾ പറയും ഇതാണ് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്, ഇതാണ് എന്റെ ഏറ്റവും നല്ല ക്യാരക്ടർ ഇതിനകത്തായിരുന്നു, ഈ ഡയറക്ടറാണ് നല്ലത്, ഇതുപോലെ ഡയറക്ടറെ വേറെ കണ്ടിട്ട് ഇത് ഇതിലാണ് എല്ലാ പടത്തിലും പോയി പറയുന്ന ഒരു പരിപാടി. അപ്പൊ പിന്നെ എന്ത് നുണയാണ് ഉള്ളതാണോ? എനിക്കൊന്നും മറുപടി ഇല്ല. എനിക്കില്ല മറുപടി. എങ്ങനെയാ റോള് ചെയ്തത്? അതന്നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുതിര ഒരൊറ്റ ഇത് കുറച്ചു മുമ്പ് മറ്റേ നമ്മുടെ സിനിമയ്ക്കകത്ത് പറഞ്ഞു ബൈചേട്ടൻ എന്റെ ഓപ്പോസിറ്റ് നിന്ന് റിയാക്ഷൻസ് ഇട്ടത് കൊണ്ടാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അങ്ങനെ അതും പറഞ്ഞു. അങ്ങനെ കുറച്ചു മുമ്പേ പാവത്തിന് ഈ ബൈചേട്ടൻ എന്തൊക്കെ പറഞ്ഞ് മേളിൽ കൊണ്ടുവന്നതാണ്. അതിലൊന്നും മാറ്റില്ല. ആക്ച്വലി കുതിര നേരത്തെ പറഞ്ഞില്ലേ കുതിര ഇങ്ങനെ കാലം കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോ അത് കണ്ടപ്പോ നോട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഇല്ല അതൊക്കെ അടിപൊളിയല്ലേ? എനിക്ക് സീരിയസ് ആയിട്ട് പറയാൻ ഒരു ചിരി വരും. അല്ല കുതിരേന്ന് പോലും ഒബ്സർവ് ചെയ്ത് അത് ഇൻസ്പയർ ചെയ്യാന്ന് പറയുന്നത് ഇനി എനിക്കും നോക്കണം. റോട്ടി കൂടെ പട്ടി പൂച്ച ഓരോ കാണുമ്പോ അതിൽ ഇൻസ്പയർഡ് ആയി പറയണ്ടായിരുന്നു തോന്നിയോ?
ഏത് നേരത്താണ് കുതിരയുടെ കാര്യം പട്ടി പുള്ളുന്ന സൂപ്പറായിട്ട്. ഈ നുണകള് പറഞ്ഞ് എപ്പോഴെങ്കിലും പണി വാങ്ങി കൂട്ടിയിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പൊ നുണ പറഞ്ഞ് പണി വാങ്ങിക്കുന്നത് ഈ സിനിമയിൽ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. ഇവരെല്ലാരും നുണ പറ. അതേപോലെ റിയൽ ലൈഫിൽ ബൈജേട്ടന് പണി കിട്ടിയിട്ടുണ്ടോ എപ്പോഴും? ഞാൻ കള്ളം പറയാറില്ല. തമാശക്ക്. പക്ഷെ ബൈചേട്ടൻ കള്ളം പറയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഉള്ള കാര്യം നേരെ മൂത്തോക്കി പറയുന്നതല്ല. കള്ളം അതാണ് ബൈചേട്ടന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അഭിനയിക്കുവാണ്, അത് അഭിനയിക്കുവാണ്. നമുക്ക് റിയൽ ആയിട്ട് തോന്നുന്ന പോലെ അഭിനയിക്കുന്നതാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് അഭിനയിക്കുകയാണ്. മുഖത്ത് നോക്കി ഉള്ള കാര്യം ഉള്ള പോലെ പറയും. ബേസിലായിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നോണ പറഞ്ഞിട്ടോ? നോണ പറഞ്ഞിട്ട് പണി കിട്ടിയിട്ട് മുഖത്ത് നോക്കി പറയുമെന്ന്. ഈ ബേസിലായിട്ട് അടുത്ത് ഒരു കാര്യം ചോദിക്കും, ഇപ്പോഴും ഓർമ്മ വന്നത്. നമ്മളൊരു സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി ടൊവിനോയ്ക്ക് ഇത് കൊടുക്കില്ലേ, മറ്റേ വിളക്കിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് കമന്റ് ബോക്സിൽ മൊത്തം ബേസിലിന് 5 വർഷത്തേക്ക് പറയാനുള്ള കഥയായെന്ന്. ശരിക്കും എന്താ ഇൻസിഡന്റ്? ഇല്ല, ആ കണ്ടത് തന്നെയാണ് ഇൻസിഡന്റ്. ചമ്മിതാണോ അതോ പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ചമ്മിതാണോ? അതൊരു action പോലെ. അതല്ല, നമ്മൾ ആദ്യം നോക്കുമ്പോ പുള്ളി അതൊന്നും മറക്കാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ കമന്റ്സിൽ മൊത്തം ബേസിൽ ഇനി ഒരു 10 വർഷത്തേക്ക് പറയാനുള്ള എന്റെ മുമ്പിൽ തന്നെ ആയി വന്നുള്ളതാണ് അവന്റെ കഷ്ടകാലം. അതാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് അന്നേരം. ഓ, ഇത് നിന്റെ മുമ്പിൽ തന്നെ ആയി പോയല്ലോ എന്നാ ഒന്നും പറഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞു വന്നിരുന്ന പോലെയല്ലേ? ഇല്ല, അതുപോലെ ഒരു സിമിലർ ഇൻസിഡന്റ് കുറച്ച് മുമ്പ് ഉണ്ടായി. എന്താ? അല്ല, ഇവിടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ എന്നെ വിളിച്ചു ഇങ്ങോട്ട്. അത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ബേസിലും സിദ്ദിഖ ഇവിടെ ഇരിക്കുക, ഒരു ചെയറും കൂടെ ഉള്ളു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഇവിടെ ഇരിക്കാന്ന്. അപ്പൊ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഗ്രേസ് അല്ല ബൈജു ചേട്ടനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചമ്മിയപ്പോ ഇവൻ ആ മറ്റേ സാധനം ഇട്ടു. ഗ്രേസ് ശരിക്കും ചമ്മിയായിരുന്നു. നമ്മൾ ഇവിടെ ഇരുന്നപ്പം വിചാരിച്ച ചമ്മാതെ പോയതാണ്. എന്നോട് പുറത്ത് പറഞ്ഞത് ഇവിടെ ഉണ്ട്, ഇവിടെ പോയി. അപ്പൊ ഇപ്പോഴാണ് റിവീൽ ആയത്. ചമ്മാതെ പോയിന്ന് തോന്നിയത് അതാണ് ഞാൻ ബൈജേട്ടനെ കണ്ടുപിടിച്ചത്. ഇതുവഴി പോയാലും വേണ്ടേ? 10-1. ഈ ചിരി ഗ്രേസിന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഏ ചിരി? ഇപ്പൊ ചിരിച്ച ഈ ബേസ്ലൈഡിന്റെ വൈറൽ ചിരി. ഏറെക്കുറെ. പക്ഷെ പെർഫെക്ഷൻ പറഞ്ഞിട്ടില്ലല്ലേ? കുറച്ചുകൂടെ ശ്വാസം എടുക്കണം. ഉള്ളിന്ന് പറഞ്ഞത് നിന്റെ ഇത് ഇവിടെ നിന്നാ വരുന്നത്. ഇവിടെ ആയിട്ടാണ് അതിന്റെ. ഞാനൊരു ചിരി ഇരിക്കാം, അത് ഇരിക്കാൻ പറ്റും. ചേച്ചി അതിന്റെ ജീവിതത്തിൽ ഇത് ചിരിക്കാൻ പാടില്ല കേട്ടോ. അല്ല, ഹൊറർ പടത്തിലൊക്കെ വേണമെങ്കിൽ അതാ പറഞ്ഞ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. എനിക്ക് പറ്റില്ല അങ്ങനത്തെ ചിരി. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഹ്യൂമേഴ്സ് ഒരുപാട് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മള് ലൈഫില് എന്തെങ്കിലും വിഷമഘട്ടത്തിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ജോബ് ആയതുകൊണ്ട് മാത്രം ആ ഒരു ഹ്യൂമർ, ആ ഒരു റോള് നമുക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? അതായത് നമ്മളെല്ലാവരും ഹ്യൂമർ, അതായത് നിങ്ങളെല്ലാവരും ഹ്യൂമർ ആക്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഒരു സിനിമയിൽ ഒരു ഹ്യൂമർ റോളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മൈൻഡ് അത്ര ഓക്കെ അല്ല. ആ ഒരു സമയത്ത് കഷ്ടപ്പെട്ട് നമ്മുടെ ജോബ് ആയതുകൊണ്ട് എപ്പോഴെങ്കിലും ഹ്യൂമർ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഞാൻ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളയും. എന്നിട്ട് ജോബ് കാര്യമായിട്ടൊന്നും ചെയ്യും. ജോബാണ് മെയിൻ. പിന്നെ വിഷമമൊക്കെ നമുക്ക് എപ്പോ വേണേലും വരുത്താം. ഈ ജോബ് എപ്പോഴും കിട്ടില്ല. ചേട്ടാ ബുദ്ധിജീവി ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ ആൻസർ പറഞ്ഞു. സിംപ്ലിഫൈ എല്ലാം സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ് എന്റെ പ്രധാന ജോലി. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് പക്ഷെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭയങ്കര ട്രോമയുള്ള സമയത്ത് പറയുന്ന പോലെ കോമഡി സീൻ അഭിനയിക്കണ്ടോന്നുള്ളത് അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒത്തിരി പാടല്ലേ? കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ബൈചേട്ടാ, ഇപ്പൊ മനോജേട്ടനുണ്ട്, അതുപോലെ സിദ്ദിഖ് ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്, ഒരുമിച്ചും ഒക്കെ. അപ്പൊ ഇവരെ രണ്ടാളെയും കുറിച്ച് പറയുമ്പോൾ ബൈചേട്ടന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഇൻസിഡൻസ് എന്തൊക്കെയാ? ഇവര് രണ്ടുപേരും എന്ന് പറഞ്ഞാല് നല്ല ആക്ടേഴ്സ് ആണ്. ഞാൻ കുറച്ചു മുമ്പ് വേറെ പ്രൊമോഷനിൽ പറഞ്ഞു, ഈ സിദ്ദിഖിനാണെങ്കിലും മനോജനാണെങ്കിലും അവർ കിട്ടിയ റോൾസും ഇതുവരെ അവർ ചെയ്തിട്ടുള്ള അവരുടെ കരിയറിൽ അവർ ചെയ്തിട്ടുള്ള റോൾസ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. മനോജിന് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതുപോലെ ഹരിഹരൻ സാറ്, ഭരതൻ സാറ് തുടങ്ങിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. MT സാറിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അതുപോലെയാണ് ശ്രീ സിദ്ദിഖും.
പിന്നെ അവരുടെ അത്രയും നല്ല റോളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ ഇനി കിട്ടുമെന്ന് അറിയില്ല, കിട്ടിയാൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. ഇല്ല, ബൈചേട്ടൻ എത്ര ഐക്കോണിക് സാധനങ്ങളാണ് നമുക്ക് ഓരോ ഭയങ്കര മറ്റേ ഇഷ്ടം പോലെ ഉണ്ട്. മാട്ടുപ്പെട്ടി മച്ചാറിലേക്ക് ഡയലോഗ് ഇപ്പോഴും കുറെ അതല്ലേ ഇപ്പോഴും ട്രെൻഡിങ് അല്ല അല്ല. അതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ആൾക്കാർ കാണുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ആര് ഒന്നും കാണുന്നൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം അങ്ങനെ ഈ എല്ലാവർക്കും ഇതൊക്കെ എല്ലാം റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടനാണ് ബൈചേട്ടൻ, അതിലൊരു സംശയമില്ല. എല്ലാ കമന്റ്സും കയറി വായിക്കുമല്ലോ. അത് ഈ ഇടയ്ക്ക് ഒരു കാര്യമല്ല എന്നെ ഒരുത്ത പോടാന്ന് വിളിച്ചു. അതിനാ ഒരു കാര്യമില്ല. ഇത് ഈ നമ്മുടെ ഫ്ലവേഴ്സില് ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കാര്യമില്ല, ഞാൻ ഒരു കാര്യം തെറ്റായിട്ട് പറയുകയെ ആരെ കുറിച്ച് മോശം പറയുകയെ ഒന്നുമില്ല, വളരെ മാന്യമായിട്ടാണ് ചുമ്മാ വരുന്ന പോടാ. ഞാൻ അടിക്കാറ് നീ പോടാ, ഞാൻ നീ പോടാ സത്യം നടന്നാ പോവാ. അവൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ് കേട്ടോ. ഞാൻ വിചാരിച്ചാൽ തിരിച്ച് തെറി വിളിക്കുക, ഞാൻ അടുത്ത തെറി ഞാൻ തിരിച്ചു വിളിക്കും. നമ്മൾ എന്തെങ്കിലും പോക്കടിത്തരം കാണിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ചിലമാർക്കുള്ളൊരു സൂക്കടാണ്. ചുമ്മാ അങ്ങനെ അവനെ കഴിഞ്ഞ അവന് രണ്ട് കൊടുക്കാം. വിഷമായി പോയി. അതിന് വിഷമമായി പോയി. വിഷമം മാത്രമല്ല കലിപ്പ് പോയി. ആ കമന്റ് ഇട്ടവന് ഇത് കാണുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുന്നതല്ല. കമന്റ് ബോക്സിൽ മാപ്പ് പറയണമെന്നാണ് നമ്മുടെ അഭിപ്രായം. 10 തവണ എഴുതണം. അതെ, 10 തവണ മാപ്പ് 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 എന്നായിരുന്നു. അടിയിൽ അവസാനം കോപ്പൊന്നായി പോ. ഇത് എവിടെ നിന്ന് വരുന്നു ഇങ്ങനെ കോമഡി? പകരുന്നായിരിക്കും. അതെ. അല്ല ഓക്കെ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ബേസിലിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോ നമ്മുടെ കുറുക്കമൂലയിൽ ഒരു സൂപ്പർ ഹീറോ വന്നല്ലോ, അപ്പൊ അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ കുറച്ച് ഏലിയൻ അറ്റാക്ക് ഉണ്ടാവുക. ബേസിലായിട്ടാണ് ഡയറക്ട് ചെയ്യുന്നത്. ആരെ കാസ്റ്റ് ചെയ്യും? ഏലിയനായിട്ടോ? ഒരു 1-2 പേരെ കാസ്റ്റ് ചെയ്തു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഏലിയൻ എന്ന് വെച്ചാൽ എന്താ സാധനം? ഉടുപ്പിലുള്ളത് അതല്ലേ? അന്യഗ്രഹ ജീവി. അന്യഗ്രഹ ജീവി. അതാണ് ഏലിയൻ. എന്നാ പിന്നെ എന്നെ ഇട്ടൂടെ? അല്ല തിരുവനന്തപുരത്തല്ലേ? തിരുവനന്തപുരം തിരുവനന്തപുരം ഭാഷ ഞാൻ നോക്കിയതേ ഉള്ളൂ. സെക്രട്ടേറിയറ്റിലല്ലേ? നമ്മുടെ സ്ഥലത്തല്ലേ? അപ്പൊ ഏലിയ വന്നിട്ട് എന്തിടെ അല്ല, ഒരു കാര്യം ചെയ്യ്, ഇംഗ്ലീഷ് പടമാക്കാം. ഇംഗ്ലീഷാണ്. ഓക്കെ, What's വാട്സപ്പടെ. ഈ തിരുവനന്തപുരത്തെ ഇംഗ്ലീഷിനും ഉണ്ടല്ലോ ഒരു സ്ലാങ്. ബൈച്ചേട്ടനൊക്കെ അങ്ങനെ പറയുമല്ലോ, വേറൊരു തിരുവനന്തപുരം എനിക്കങ്ങനെ സ്ലാങ്. ഭയങ്കര ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, ബട്ട് ഐ ക്യാൻ മാനേജ് ഇംഗ്ലീഷ് വെരി വെൽ ബിക്കോസ് ഐ വാസ് സ്റ്റഡീഡ് ഇൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഫ്രം നഴ്സറി ഓൺവേർഡ്സ്. വാ വാ. അടിപുക്കുറ്റി ഇത് തകാവോ? ചിലപ്പോ പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല, നമ്മൾ വിചാരിക്കാത്ത പിള്ളേർ കാര്യം. ഏറ്റെടുക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂല് മറ്റേ സംഭവം ഭയങ്കര തగ్గല്ലായിരുന്നു. ഇടയ്ക്ക് ബേസിലായിന്റെ ഫോൺ റിങ് ചെയ്തപ്പോ സിഎം വിളിച്ചതായിരിക്കും പ്രതീക്ഷിക്കാതെ. അതായിരുന്നു ഏറ്റവും കൂടുതൽ വൈറലായത്. അപ്പൊ എന്തായാലും നമ്മുടെ നുണക്കുഴി ഓഗസ്റ്റ് 15 റിലീസാണ്. അപ്പൊ എന്തായാലും സിനിമ ഒരു അടിപൊളി സക്സസ്ഫുൾ മൂവി ആവട്ടെ. നമ്മുടെ ഇന്റർവ്യൂ പോലെ തന്നെ ഫുൾ ഇരുന്ന് ചിരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.